നമസ്കാരം പ്രിയപ്പെട്ടവരെ, ഋതുഷ ഋതുവിട്ടിക്കാരിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് തേയിലക്കാടിനും ഏലത്തോട്ടത്തിനും ചെക്ക് ഡാമുകൾക്കും ഇടയിലൂടെ ഒരു സ്വർഗ്ഗത്തിലേക്ക് പോയാലോ? മറ്റെങ്ങുമല്ല, 600 വർഷങ്ങൾക്ക് മുകളിൽ ചരിത്രമുറങ്ങുന്ന പാറക്കെട്ടുകൾക്കിടയിലെ ഗുഹയിൽ കുടികൊള്ളുന്ന സാക്ഷാൽ കൈലാസനാഥനെ കാണാൻ കൈലാസപ്പാറയിലേക്ക്. ഇടുക്കിയിലെ നെടുങ്കണ്ടത്ത് നിന്നും വെറും 2 കിലോമീറ്റർ ഉള്ളിലേക്ക് സഞ്ചരിച്ചാൽ കണ്ണുകൾ ഇമച്ചിമ്മാതെ നമുക്കിവിടെ എത്താൻ സാധിക്കും. അധികം ആരും എക്സ്പ്ലോർ ചെയ്യാത്ത സ്ഥലം കൂടിയാണിത്. യാത്ര ഇഷ്ടപ്പെടാത്തവർ കൂടി ഇഷ്ടപ്പെട്ടു പോകും. അത്ര മനോഹരമായ പ്രകൃതി ഭംഗി, കാറ്റ്, പച്ചപ്പ്, കാലാവസ്ഥ എല്ലാം ഇണങ്ങിച്ചേർന്ന കൈലാസപ്പാറ. യാത്രാമധ്യത്തിൽ പണ്ട് പ്രൗഢിയോടുകൂടി നിന്നിരുന്ന തേയില ഫാക്ടറി ഇന്ന് അടച്ചു പൂട്ടിക്കിടക്കുന്നത് കാണാം. കാലത്തിനതീതമായ മാറ്റങ്ങൾ വന്നതായിരിക്കാം. ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി വളരെ മനോഹരമായ ഉദ്യാനമുള്ള എസ്റ്റേറ്റ് വക ബംഗ്ലാവ് കാണാം. നൂറ്റാണ്ടുകൾക്ക് മുൻപ് മുനിവര്യന്മാർ തപസ്സനുഷ്ഠിച്ച പാറയിടുക്കുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് എന്ന കൗതുകകരമായ വസ്തുത കൂടി സമീപവാസികൾ പറയുന്നു. ഗുഹയോട് ചേർന്ന് കാവും കാട്ടുകൂവള മരങ്ങളും ധാരാളം ഔഷധ സസ്യങ്ങളും പക്ഷികളും പാറയുടെ മുകളിൽ ഉറവയെടുത്ത ഒരിക്കലും വറ്റാത്ത കുഞ്ഞു കിണറുകളും കണ്ണിന് മാത്രമല്ല മനസ്സിനും സംതൃപ്തി പകരുന്നതാണ്. വർഷത്തിലൊരിക്കൽ ശിവരാത്രി ദിനത്തിൽ മാത്രമേ ഇവിടെ തന്ത്രിയുടെ മേൽനോട്ടത്തിൽ പൂജാകർമ്മങ്ങൾ ഉണ്ടായിരിക്കുകയുള്ളൂ. മറ്റു ദിവസങ്ങളിൽ വിശ്വാസികൾ സ്വയം പ്രാർത്ഥനയിൽ ഏർപ്പെടുകയാണ് ചെയ്യാറ്. ശിവരാത്രി ദിനത്തിൽ രാവിലെ മുതൽ ദിനം മുഴുവൻ നീണ്ടു നിൽക്കുന്ന അന്നദാനവും ഗാനമേളയോടുകൂടിയ കലാസന്ധ്യയും ഉണ്ടാവുന്നതാണ്. ശിവൻ മാത്രമല്ല, വിനായകനും പാറയുടെ മുകളിൽ ചെമ്പക മരങ്ങൾക്കിടയിൽ ഭദ്രകാളിയും കൂടിയിരിക്കുന്നു. വിശാലമായ പാറയുടെ മുകളിൽ നിന്നാൽ മലയും കുന്നും കാടും കാറ്റും മാത്രമല്ല, നെടുങ്കണ്ടം മുഴുവനും ഹൃദയത്തിൽ പകർത്താനാകും. ഇന്നത്തെ നമ്മുടെ ജീവിത ചുറ്റുപാടിന് മനസ്സിന് ശാന്തത പകരാനും സ്ട്രെസ് റിലീഫിനും പറ്റിയൊരിടം കൂടിയാണ് ഈ സ്വർഗ്ഗലോകം. യാത്രാപ്രേമികൾ ഒരിക്കലെങ്കിലും ഇവിടെ വരണേ. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.